ചോദ്യം 1. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്നതിൽ പ്രസ്താവനകൾ 1ഉം 2ഉമാണ് ശരി. ഒന്നാമത്തെ പ്രസ്താവന, ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. അതുപോലെ രണ്ടാമത്തെ പ്രസ്താവന, മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. രണ്ടാമത്തെ ചോദ്യം, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം, അരുവിപ്പുറം ശിവക്ഷേത്രത്തിലാണ്. മൂന്നാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭം ആരംഭിക്കുന്നത് ഏത് സംഭവത്തോടു കൂടിയാണ്? ഉത്തരം, മലയാളി മെമ്മോറിയൽ. നാലാമത്തെ ചോദ്യം, കൊച്ചി രാജപ്രജാമണ്ഡലം സ്ഥാപിതമായ വർഷം 1941. 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം രചിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഇതിലെ എല്ലാ ജോഡികളും ശരിയാണ്. ഒന്നാമത്തേത്, ഇന്ത്യൻ അസോസിയേഷൻ 1876 സ്ഥാപിച്ചു. അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി 1864 സ്ഥാപിച്ചു. മൂന്നാമത്തേത്, ബീഹാർ സയൻറ്റിഫിക് സൊസൈറ്റി 1868 സ്ഥാപിച്ചു. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് വീരേശലിംഗമാണ്. ഒമ്പതാമത്തെ ചോദ്യം, 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ നടന്ന രണ്ടാം ഇൻ്റർനാഷണലിൻ്റെ സമ്മേളനത്തിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തിയ വനിതയാണ് മാഡം ബിക്കാജി കാമ. പത്താമത്തെ ചോദ്യം, ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയായ നയി താലിമിനെ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതെല്ലാം? അഥവാ നൂതന വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതെല്ലാം? രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന് പറയുന്നതാണ് തെറ്റ്. ശരിയായത്, ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകേണ്ടത്. അത് ശരിയാണ്. അതുപോലെ മൂന്നാമത്തേതും ശരിയാണ്. വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം. അതും ശരിയായ പ്രസ്താവനയാണ്. 11ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം പോർച്ചുഗലിൻ്റെ അധീനതയിലുണ്ടായിരുന്ന ഏതെല്ലാം പ്രദേശങ്ങളെയാണ് 1961 ഇന്ത്യൻ യൂണിയനിൽ ചേർത്തത്? ആൻസർ സി ആണ്. 1, 3, 5. അതായത് ഗോവ, ദാമൻ, ദിയു ഈ പ്രദേശങ്ങളെയാണ് 1961 ഇന്ത്യൻ യൂണിയനിൽ ചേർത്തത്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം? ഉത്തരം, ജർമ്മനിയാണ്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ജർമ്മനിയാണ്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമാക്കി 1954 ന്യൂഡൽഹി ആസ്ഥാനമാക്കി നിലവിൽ വന്ന സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി. 1954 പഞ്ചശീല തത്വങ്ങൾ എന്ന കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. SK വസന്തൻ. ISO സർട്ടിഫിക്കേഷൻ കേരളത്തിലെ ആദ്യ ജില്ലാ കളക്ടറേറ്റാണ് കോട്ടയം കളക്ടറേറ്റ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ ജില്ലാ കളക്ടറേറ്റാണ് കോട്ടയം. വാമൻ വൃക്ഷകല എന്ന പുസ്തകം രചിച്ചത് PS ശ്രീധരൻ പിള്ളയാണ്. വാമൻ വൃക്ഷകല എന്ന പുസ്തകം രചിച്ചത് PS ശ്രീധരൻ പിള്ളയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ നിലവിൽ ആരാണ്? ഹീരാലാൽ സമരിയ. ഡോൾഫിനുകളുടെ സംരക്ഷണത്തിനും സമുദ്ര പരിസ്ഥിതിയെ ശക്തിപ്പെടുത്തുന്നതിനുമായി പ്രോജക്റ്റ് ഡോൾഫിൻ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്.
ഡോൾഫിനുകളുടെ സംരക്ഷണത്തിനും സമുദ്ര പരിസ്ഥിതിയെ ശക്തിപ്പെടുത്തുന്നതിനുമായി പ്രോജക്റ്റ് ഡോൾഫിൻ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ. അടുത്ത ചോദ്യം, ആന്തര സമസ്ഥിതി പാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ആണ് ആന്തര സമസ്ഥിതി പാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം. ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏതാണ്? BCG വാക്സിനാണ്. BCG. താഴെ തന്നിരിക്കുന്നവയിൽ തൊഴിൽജന്യ രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സിക്കിൾ സെൽ അനീമിയാണ്. സിക്കിൾ സെൽ അനീമിയ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ. ക്ഷേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? അത് ഫാഗോസൈറ്റോസിസ് എന്നാണ്. ഫാഗോസൈറ്റോസിസ്. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവരെ യഥാസമയം വീടുകളിലെത്തി പരിശോധിക്കാൻ കുടുംബശ്രീയും ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിൾ എന്ന സംഘടനയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് സ്കീമാണ് മെഡിസെപ്പ്. ഈ പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 2022 ജൂലൈ 1-നാണ്. 2022 ജൂലൈ 1. താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ ഏതെല്ലാം? 1, 2, 3, 4 എല്ലാം ബാക്ടീരിയ രോഗങ്ങളാണ്. അതായത് ഡിഫ്തീരിയ, കോളറ, ടെറ്റനസ്, ക്ലാമിഡിയാസിസ് ഇതെല്ലാം ബാക്ടീരിയ രോഗങ്ങളാണ്. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ വൈറ്റമിനാണ് വൈറ്റമിൻ D. കേരള സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ട്രാൻസ്ജെൻഡേഴ്സാണ്. കേരള സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ട്രാൻസ്ജെൻഡേഴ്സാണ്. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28-ആണ്. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28. പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണതലം 3-ാം പോഷണതലമാണ്. പോഷണത്തിനായിട്ട് സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണതലം 3-ാം പോഷണതലമാണ്. പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ലോക്ക് ജോ എന്ന രോഗം അറിയപ്പെടുന്നത് ടെറ്റനസ് എന്നാണ്. ലോക്ക് ജോ എന്ന രോഗം അറിയപ്പെടുന്നത് ടെറ്റനസ് എന്നാണ്. 37ാമത് ദേശീയ ഗെയിംസ് 2023 ഭാഗ്യചിഹ്നം മോഗ എന്ന കാട്ടുപോത്താണ്. 37ാമത് ദേശീയ ഗെയിംസ് 2023 ഭാഗ്യചിഹ്നം മോഗ എന്ന കാട്ടുപോത്താണ്. നയി സോച്ച് നയി കഹാനി എന്ന റേഡിയോ പരിപാടി അവതരിപ്പിക്കുന്ന കേന്ദ്രമന്ത്രി ആരാണ്? നയി സോച്ച് നയി കഹാനി എന്ന റേഡിയോ പരിപാടി അവതരിപ്പിക്കുന്ന കേന്ദ്രമന്ത്രി ആരാണ്? ഉത്തരം സ്മൃതി ഇറാനിയാണ്. സ്മൃതി ഇറാനി. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഥിലി. മിഥിലി എന്ന പേര് നിർദ്ദേശിച്ച രാജ്യം മാലിദ്വീപാണ്. മാലിദ്വീപ്. റിപ്പബ്ലിക്കിൻ്റെ ഭാവി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് MB രാജേഷാണ്. റിപ്പബ്ലിക്കിൻ്റെ ഭാവി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് MB രാജേഷാണ്. 2023 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ഷെയ്നിസ് പലാസിയോസ്. ഷെയ്നിസ് പലാസിയോസ്. 2023 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ഷെയ്നിസ് പലാസിയോസ്. പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് പാലക്കാട് ചുരം എന്ന് പറയുന്നത് തെറ്റാണ്. ശരിയായ പ്രസ്താവനകൾ നോക്കാം. ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിരിലൂടെ അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. അത് ശരിയാണ്. സഹ്യാദ്രി, സഹ്യപർവ്വതം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പശ്ചിമഘട്ടമാണ്. അതും ശരിയാണ്. പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മഴക്കാടാണ് സൈലന്റ് വാലി. അതും ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന 1ഉം 3ഉമാണ്. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. അത് ശരിയാണ്. ഇനി മൂന്നാമത്തത്, വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവ ദ്വീപ് കബനി നദിയിലാണ്. അതും ശരിയാണ്. അടുത്ത ചോദ്യം, സുഗന്ധ തൈല ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രം
സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓടക്കാലിയാണ്. സുഗന്ധ തൈല ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓടക്കാലിയാണ്. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ്. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ്. കണ്ണൂർ. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. കാപെക്സ് എന്നത് ഏത് വ്യവസായ മേഖലയിലെ സഹകരണ സ്ഥാപനമാണ്? കശുവണ്ടി വ്യവസായ മേഖലയിലെ സഹകരണ സ്ഥാപനമാണ് കാപെക്സ്. കേരളത്തിൻ്റെ ആകെ ഭൂപ്രദേശങ്ങളുടെ 48% വരുന്ന ഭൂഭാഗം ഏതാണ്? കേരളത്തിൻ്റെ ആകെ ഭൂപ്രദേശങ്ങളുടെ 48% വരുന്ന ഭൂഭാഗം ഏതാണ്? ഉത്തരം മലനാടാണ്. മലനാട്. കടൽ തീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ഏക ജില്ലയാണ് കോട്ടയം. തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? പാമ്പാറിലാണ്. പാമ്പാർ. ഏതൊക്കെ ജില്ലകളിലാണ് വേമ്പനാട്ട് കായൽ സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമ ബംഗാളിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ കായിക താരമാണ് സൗരവ് ഗാംഗുലി. പശ്ചിമ ബംഗാളിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായ കായിക താരമാണ് സൗരവ് ഗാംഗുലി. അടുത്ത ചോദ്യം. 2024 ICC അണ്ടർ-19 പുരുഷ ഏകദിന ലോകകപ്പിൻ്റെ വേദി ദക്ഷിണാഫ്രിക്കയാണ്. 2024 ICC അണ്ടർ-19 പുരുഷ ഏകദിന ലോകകപ്പിൻ്റെ വേദി ദക്ഷിണാഫ്രിക്കയാണ്. ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റ വ്യക്തിയാണ് ക്രിസ്റ്റഫർ ലക്സൺ. ക്രിസ്റ്റഫർ ലക്സണാണ് ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റ വ്യക്തി. 2023 നവംബറിൽ VP സിംഗിൻ്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് ഏത് നഗരത്തിലാണ്? ചെന്നൈയിലാണ് VP സിംഗിൻ്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത്. 2023 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് നർഗീസ് മുഹമ്മദിയാണ്. നർഗീസ് മുഹമ്മദിയാണ് 2023 സമാധാനത്തിനുള്ള നോബൽ ലഭിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടാത്ത വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടാത്ത വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ബാക്കി ഡോക്ടർ BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള ഇവരൊക്കെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട വ്യക്തികളാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തത്? 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്തത്. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് ഭാഗത്താണ്? ഭാഗം 4-ലാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാഗം 4-ൽ. ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 324-ആണ്. 324-ലാണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയാണ് നർമ്മദ. എന്നാൽ കൃഷ്ണ, കാവേരി, മഹാനദി ഇതൊക്കെ ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദികളാണ്. അതിൽ ഉൾപ്പെടാത്തത് നർമ്മദയാണ്. ഡെൽറ്റ രൂപവൽക്കരണം നടക്കുന്ന തീരസമതലമാണ് കിഴക്കൻ തീരസമതലം. ഡെൽറ്റ രൂപവൽക്കരണം നടക്കുന്ന തീരസമതലമാണ് കിഴക്കൻ തീരസമതലം. ആൻഡമാൻ നിക്കോബാറിൽ നിന്ന് വേർതിരിക്കുന്ന കടൽ ഭാഗമാണ് 10 ഡിഗ്രി ചാനൽ. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളേതെല്ലാം? ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് ഹിമാചൽ പ്രദേശും ടിബറ്റും. കേരള വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ കീർത്തി സുരേഷാണ്. കേരള വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ഗുഡ്വിൽ അംബാസിഡറാണ് കീർത്തി സുരേഷ്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 61ആണ്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 61ആണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാമത് വാർഷികത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് കൗൺസിൽ ഒരുക്കിയ ഇന്ത്യ UK സാംസ്കാരിക വേദിയുടെ അംബാസിഡർ AR റഹ്മാനാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാമത് വാർഷികത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് കൗൺസിൽ ഒരുക്കിയ ഇന്ത്യ UK സാംസ്കാരിക വേദിയുടെ അംബാസിഡർ AR റഹ്മാനാണ്.
2023 നടന്ന ലോക ഹിന്ദി കോൺഫറൻസിന് വേദിയായത് ഫിജിയാണ്. 2023 നടന്ന ലോക ഹിന്ദി കോൺഫറൻസിന് വേദിയായത് ഫിജിയാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ചാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 പുരുഷ വിഭാഗം ജേതാവ്. ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ചാലനം. റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലന നിയമം ഏതാണ്? റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലന നിയമം ന്യൂട്ടന്റെ 3-ാം ചലന നിയമമാണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമായ ഇലക്ട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. പീരിയോഡിക് ടേബിളിൽ 1-2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? എസ് ബ്ലോക്കിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1-2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ എസ് ബ്ലോക്കിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ്? ജലമാണ്. ജലത്തിനാണ് ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിത. ചേതന എന്ന കഥാപാത്രം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കൃതിയിൽ ഉൾപ്പെട്ടതാണ്? ആരാച്ചാർ എന്ന കൃതിയിലുള്ള കഥാപാത്രമാണ് ചേതന. താഴെ തന്നിരിക്കുന്നവയിൽ കുമാരനാശാന്റെ കൃതികളിൽ ഉൾപ്പെടാത്തതേത്? ബിലാത്തി വിശേഷമാണ്. എന്നാൽ തന്നിരിക്കുന്നതിൽ ദുരവസ്ഥ, ഒരു സിംഹപ്രസവം, മണിമാല ഇതൊക്കെ കുമാരനാശാന്റെ കൃതികളിൽ ഉൾപ്പെടുന്നതാണ്. മലബാർ കർഷകന്റെ ജീവിതം എന്ന ചിത്രം വരച്ച കലാകാരനാണ് KCS പണിക്കർ. മലബാർ കർഷകന്റെ ജീവിതം എന്ന ചിത്രം വരച്ച കലാകാരനാണ് KCS പണിക്കർ. ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന നോവൽ രചിച്ചത് TD രാമകൃഷ്ണനാണ്. ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന നോവൽ രചിച്ചത് TD രാമകൃഷ്ണനാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അഞ്ജു ബോബി ജോർജ്. ഓക്കെ, താങ്ക് യു.